നോമ്പ് വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് സ്പെഷ്യൽ നോമ്പ് കഞ്ഞി. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ: കഞ്ഞി അരി, വെളുത്തുള്ളി, ഉലുവ, അജാളി, തേങ്ങ, ചെറിയുള്ളി, വലിയ ഉള്ളി, നെയ്യ്, കറിവേപ്പില. അപ്പം അജാളി, ഉലുവ നമ്മളൊരു 2-3 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം. എന്നിട്ട് കഞ്ഞി അരിയുടെ കൂടെ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരി നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത കഞ്ഞിയിലോട്ട് നമ്മൾ തേങ്ങ, ജീരകം, ചെറിയ ഉള്ളിയും കൂടി അരച്ച് ചേർക്കണം. എന്നിട്ട് നമ്മൾ ചൂടാക്കി മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് കുറച്ച് നല്ല പശു നെയ്യ്, മിൽമ നെയ്യ്, പശു നെയ്യ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന നെയ്യിലൊക്കെയാണ് പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ മിൽമ നെയ്യൊക്കെ അവൈലബിൾ ആണല്ലോ. എന്നിട്ട് കുറച്ച് നെയ്യ്, ഒരു സ്പൂണാണെങ്കിലും നെയ്യ് എടുക്കുക. ഒരു പകുതി സവോള പൊടിയായിട്ട് അരിഞ്ഞത് അതിലോട്ട് ചേർക്കുക. കുറച്ച് കറിവേപ്പില. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കഞ്ഞിയിലോട്ട് ചേർക്കണം. ഈ കഞ്ഞിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉലുവ, അജാളി, വെളുത്തുള്ളി ഇവ ചേർത്ത് വേവിക്കും. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിക്കുന്നതല്ലേ. അപ്പം നമുക്ക് നോമ്പ് കാലത്ത് നമുക്ക് നോമ്പനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കും. ശരീരത്തിലെ നീർക്കെട്ടിൽ വേദനയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കുന്ന ഒരു കഞ്ഞി ആയതുകൊണ്ട് ഇത് നമ്മളൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്ഷീണവും മാറും. അതുകൊണ്ട് നിങ്ങൾ ഈ പൊരിച്ച പലഹാരത്തിനേക്കാൾ ഏറ്റവും പ്രാധാന്യം നൽകുക. ഇങ്ങനത്തെ കഞ്ഞി ഉണ്ടാക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കണം. ഈ തെക്കൻ ജില്ലകളിലൊക്കെ ഇത് ഒരു മെയിൻ ഐറ്റം തന്നെയാണ്. അവർ നോമ്പ് തുറന്ന ഉടനെ നമ്മളെപ്പോലെ കുറേ പലഹാരങ്ങളൊന്നും വലിച്ചു വാരി പൊരിച്ചതൊന്നും കഴിക്കില്ല. ആദ്യമായിട്ട് അവർ കഞ്ഞി തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.